Hello everyone, welcome back to Arts Tech Tutorials. We have been discussing units from Zeitgeist, Readings on Society and Culture, the prescribed text for UG program, Calicut University. In this video lesson, we will learn a new poem called Refugee Blues, authored by W.H.Auden. Refugee Blues, authored by W.H.Auden. The author was born in 1907 in York. York was a place in England. Then the author was a prolific writer and he won the prestigious award called the Pulitzer Prize for his work The Age of Anxiety in the year 1947. Talking more about W.H. Auden, in the year 1939, he left his native country called England and he moved to America. There he spent his rest of the time. W.H. Auden is famous for his poems such as In Memory of W.B. Yeats, then Spain, September 1, 1939, The Unknown Citizen, Refugee Blues, etc. I consider the poem is more important than the poet. So for the time being, I would like to leave the profile picture of W.H. Auden here and I move on to the poem Refugee Blues for the time being. So the poem Refugee Blues was published in the year 1939 and please remember the importance of the year 1939 in the history. See, നമുക്കറിയാം, in that year, the Second World War began. Then in that year, the author W.H. Auden left England and moved to another country called America and settled there. And during that time, anti-Semitism, അതായത് ജൂതവിരുദ്ധത, that was at its highest level, at its peak എന്ന് പറയാം. ജൂത വിരുദ്ധപരമായിട്ടുള്ള പ്രചാരണങ്ങളും അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു സമയമായിരുന്നു. അതായത് ജൂസ് മസ്റ്റ് ഡൈ എന്നുള്ള ഹിറ്റ്ലറുടെ ഹിഡൻ അജണ്ട പതുക്കെ വെളിവാകുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന ഒരു സമയം. സോ 1939 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ആ വർഷമാണ് W.H. Auden അദ്ദേഹത്തിൻ്റെ poem Refugee Blues എഴുതുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. സോ ദിസ് poem ഈസ് ആക്ച്വലി telling the sad plight or the pathetic situation of Jews who were turned as refugees or who were turned as homeless in their homeland. അതായത് സ്വന്തം നാട്ടിൽ അന്യരായി മാറിയ അല്ലെങ്കിൽ ലോകത്ത് അഭയാർത്ഥികളായിട്ട് മാറിയ ഒരു വലിയ ജനതയാണ് ജൂതന്മാർ. അപ്പോൾ അവരെക്കുറിച്ച് അവരുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് റെഫ്യൂജി ബ്ലൂസ് എന്ന ഈ പോയത്തിലൂടെ നമുക്ക് മുന്നിൽ ചിത്രീകരിക്കുന്നത്. സോ W.H. Auden തൻ്റെ മറ്റ് പോംസിലും അതിപ്പോൾ ദ അൺനോൺ സിറ്റിസൺ എന്ന പോയം ആയിക്കോട്ടെ അല്ലെങ്കിൽ സെപ്റ്റംബർ 1, 1939 ആയിക്കോട്ടെ, അതിലൊക്കെ മനുഷ്യരനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ വേദനകളാണ് അദ്ദേഹത്തിൻ്റെ പോംസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ലോകത്തിലേക്ക്. സോ അത്തരത്തിലുള്ളൊരു പോമാണ് റെഫ്യൂജി ബ്ലൂസ്. ആൻഡ് റെഫ്യൂജി ബ്ലൂസ് അല്ലെങ്കിൽ ബ്ലൂസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വാസ് ആക്ച്വലി എ ലാമെൻറ്റ്, എ പോം ഓഫ് ലാമെൻറ്റേഷൻ, ഒരു വിലാപ ഗീതം. And this poem laments over the sad plight of Jews who were turned as refugees എന്ന് നമുക്ക് പറയാൻ സാധിക്കും. So please remember these words. And they were threatened to leave their country. സ്വന്തം രാജ്യം വിട്ടു പോകാനായിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എസ്പെഷ്യലി ഹിറ്റ്ലർ ആൻഡ് ഹിസ് ആർമി, നാസി പാർട്ടി അല്ലെങ്കിൽ നാസി ആർമി. അപ്പോൾ നമുക്കറിയാം, ആര്യൻ സുപ്രീമസിയിൽ വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞു ഹിഡൻ അജണ്ടയായിരുന്നു ജൂസ് മസ്റ്റ് ഡൈ, ദേ ഷുഡ് ബി വൈപ്ഡ് ഔട്ട് ഫ്രം ദ എർത്ത്. എന്തിനാണ് അല്ലെങ്കിൽ ആര്യന്മാരെ ഒന്ന് ശുദ്ധീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ
തൻ്റെ ആ രക്തത്തെ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ ശുദ്ധീകരിക്കാനായിട്ട് ജൂതന്മാർ നശിക്കണം, അല്ലെങ്കിൽ ജൂതന്മാർ ഈ ലോകത്തു നിന്നും വൈപ്പ് ഔട്ട് ചെയ്തിരിക്കും, ഉന്മൂല നാശം സംഭവിച്ചിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അജണ്ട അദ്ദേഹം എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ പുറത്തു കൊണ്ടുവരികയും ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ആ കൂട്ടക്കൊല എന്താണ് നടപ്പിലാകുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഏതാണ്ട് 60 മില്യണിലധികം ജൂതന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അജണ്ടയിലൂടെ കൊന്നൊടുക്കപ്പെടുന്നത്. ഓക്കെ, പല തരത്തിലാണ് അദ്ദേഹം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതിൽ ഒരു പരിധി വരെ അദ്ദേഹം വിജയിച്ചു. ആ സമയത്ത് ഒരു പരിധി വരെ അദ്ദേഹം വിജയിച്ചു. അപ്പോൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ അന്യരായി കഴിയേണ്ടി വന്ന ജൂതന്മാരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ വിധിയെയാണ് ഇവിടെ W.H.Auden നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. See, let's move on to the poem. Poem is actually, it consists of 12 stanzas, and each stanza consists of 3 lines each. Okay. അപ്പോൾ 12 സ്റ്റാൻസയുള്ള ഓരോ സ്റ്റാൻസയിലും 3 വരികളായിട്ടാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ആൻഡ് ദ റൈം സ്കീം ഈസ് ആക്ച്വലി AAB എന്നാണ് ഈ റൈം സ്കീം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 ലൈൻസ് ആണെന്ന് പറഞ്ഞു. സോ ഇതൊക്കെയാണ് ഓവറോൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. പ്ലീസ് റിമെമ്പർ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് പോം. 1939 ജൂതന്മാരുടെ അവരുടെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എന്താ പറയുക, വളരെ ഡിപ്രസീവായിട്ടുള്ള, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അവരനുഭവിക്കുന്ന സഫറിങ്സ്, മെൻ്റൽ പെയിൻ ഓർ ആഗണി, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ, അല്ലെങ്കിൽ അവരുടെ ഇന്നേക്കുറിച്ചുള്ളത്, അവരുടെ എന്താണ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, എന്ന് വേണമെങ്കിലും ജീവിതം നശിച്ചു പോകാം, അല്ലെങ്കിൽ അവരുടെ വംശം തന്നെ നശിച്ചു പോകാം എന്നുള്ള ഭയപ്പാട്, ഇതൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണുവാൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പോം. ദ ടെക്സ്റ്റ് ഓഫ് ദ പോം. Say, the city has 10 million souls. Some are living in mansions, some are living in halls. Yet there is no place for us, my dear, yet there is no place for us. See, the speaker of this poem is actually a refugee, one of the refugees. അപ്പോൾ ഈ പോയത്തിലെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒത്തിരി അഭയാർത്ഥികളിൽ ഒരു അഭയാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഹീസ് ടോക്കിംഗ് ടു ഹിസ് ഡിയർ വൺ. അദ്ദേഹം തൻ്റെ ഉത്തമ സുഹൃത്തിനോട് അല്ലെങ്കിൽ തൻ്റെ കാമുകിയോടോ അദ്ദേഹം സംസാരിക്കുകയാണ്. തൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് തൻ്റെ സുഹൃത്തിനോട്, തൻ്റെ കാമുകിയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൈ ഡിയർ എന്നൊക്കെ ഇതിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് ആ സുഹൃത്തിനെ അല്ലെങ്കിൽ കാമുകിയെ. സോ ബിഗിൻ ചെയ്തത് ഇങ്ങനെയാണ്, സേ ദിസ് സിറ്റി. അപ്പോൾ ഇവിടെ ഒരു സിറ്റി പറയുന്നുണ്ട്, ബട്ട് ദിസ് സിറ്റി ഈസ് ആക്ച്വലി അൺനോൺ, നെയിം പറയുന്നില്ല, എങ്കിലും ന്യൂയോർക്ക് ആയിരിക്കാം. ഓക്കെ, അവിടെ ഏതാണ്ട് 10 ദശലക്ഷത്തിലധികം ആത്മാക്കൾ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ആത്മാക്കൾ അല്ലെങ്കിൽ ആ മനുഷ്യർ സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ഭവനങ്ങളിലാണ് കഴിയുന്നത്, കൊട്ടാര തുല്യമായിട്ടുള്ള വീടുകളിൽ അവർ കഴിയണം. എന്താണ് പറയുക, മണിമാളികകളിൽ അവർ കഴിയുകയാണ്. ചിലർ കഴിയുന്നതിന് ഓപ്പോസിറ്റായിട്ട് പറയുകയാണ് സം ആർ ലിവിങ് ഇൻ ഹോൾസ്, വിച്ച് മീൻസ് മറ്റു ചിലർ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുകയാണ്. ഓക്കെ, കുടിലുകളിൽ നമ്മൾ പറയും ഒരു കൂട്ടർ കുടിലുകളിലും ഒരു കൂട്ടർ കൊട്ടാരങ്ങളിലും കഴിയുകയാണ്. യെറ്റ് there is no place for us. എന്നാൽ ഞങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു സ്ഥലവും ഈ സിറ്റിയിൽ, ഈ ഭൂമിയിൽ ഇല്ല. അത് കൊട്ടാരം ഇല്ല, ഞങ്ങൾക്ക് കുടിലുകളും ഇല്ല. എൻ്റെ പ്രിയെ, ഞങ്ങൾക്ക് കൊട്ടാരങ്ങളുമില്ല, കുടിലുകളുമില്ല എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ദാരിദ്ര്യം രേഖയ്ക്ക് കീഴിൽ കഴിയുന്നവരുണ്ട്, ധനികരായിട്ടുള്ളവരുണ്ട്. പക്ഷേ അവർ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേ ഹാവ് എ ഫിക്സഡ് പ്ലേസ് ടു ലിവ്. അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കുവാൻ, ജീവിക്കുവാൻ ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് താമസിക്കുവാൻ ഒരു സ്ഥലമില്ല. ദർ ഇസ് നോ ഫിക്സഡ് പ്ലേസ് ടു ലിവ്. Next, once we had a country and we thought it fair. Look in atlas and you will find it there. We cannot go there now, my dear, we cannot go there now. പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭൂമി, സ്വന്തമായിട്ടൊരു രാജ്യമുണ്ടായിരുന്നു. ആൻഡ് വി തോട്ട് ഇറ്റ് വാസ് എ ഫെയർ പ്ലേസ് ടു ലിവ്. അത് സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ മനോഹരമായ ഒരു രാജ്യമായിരിക്കുമെന്ന് ഞങ്ങൾ അത് ചിന്തിച്ചിരുന്നു. അത് അറ്റ്ലസിലും കാണാൻ സാധിക്കും. ലുക്ക് അറ്റ് ദ മാപ്പ്, ലുക്ക് അറ്റ്
യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്കിപ്പോൾ പോകാൻ സാധിക്കില്ല. പ്രിയേ, ഞങ്ങൾക്കിപ്പോൾ പോകാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് നോ ലോങ്ങർ എ സേഫ് പ്ലേസ് ഫോർ അസ്. ഇപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സ്ഥലമല്ല. സോ വി കാൺ ഗോ ദെയർ. Next stanza. In the village churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear. Old passports can't do that. അപ്പോൾ തൻ്റെ പ്രിയോട് പറയുകയാണ്, വൺ ബൈ വൺ ആയിട്ട് തൻ്റെ വിഷമതകൾ പറയുകയാണ്. ഇനി പറയുവാണ്, ഇൻ ദ വില്ലേജ് ചർച്ച്യാർഡ്, അതായത് ഗ്രാമത്തിലെ പള്ളിമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു മുൻപേ ഉള്ള ഒരു യു ട്രീ. യു എന്ന് പറഞ്ഞ ഒരു ട്രീ ആണ്, വൃക്ഷമാണ്. അപ്പോൾ അത് സ്പ്രിംഗ് സീസണിൽ ഇലകളും അതുപോലെ തന്നെ നല്ല ശാഖകളും അതുപോലെ തന്നെ ഫലങ്ങൾ നൽകുന്ന ഒരു വൃക്ഷമാണ്. ഇറ്റ് റിപ്രസെൻറ്റ്സ് പോസിറ്റിവിറ്റി ഓർ ലൈഫ്നെസ് നൽകുന്നതാണ്, ഫ്രഷ്നെസ് നൽകുന്ന ഒരു ട്രീ ആണ് യു എന്ന ട്രീ. സോ അത് ഓരോ വർഷവും ഓരോ വസന്തകാലത്തും എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ഇലകൾ തളിരിടുകയും നല്ല രീതിയിൽ അത് വളരുകയും ചെയ്യും. ഭൂമിയെ സന്തോഷിപ്പിച്ച് കുളിരണിയിച്ച് കാഴ്ചക്കാർക്ക് ഹൃദ്യമായ അനുഭവം നൽകുന്ന യു ട്രീയെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഓൾഡ് പാസ്പോർട്ട്സ് കാൻ ഡു ദാറ്റ്. എന്നാൽ നമ്മുടെ കൈകളിലിരിക്കുന്ന, എൻ്റെ കീശയിലിരിക്കുന്ന പാസ്പോർട്ട് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. കാര്യം ഒരു പക്ഷേ ഓരോ സമയങ്ങളിൽ എന്ത് ചെയ്യും, പാസ്പോർട്ട് നമ്മൾ റിന്യൂ ചെയ്യും. എന്നാൽ അതേസമയം ഈ പാസ്പോർട്ട് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. അതായത് വസന്തകാലത്ത് ഓരോ വർഷവും ഈ യു ട്രീ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ശാഖകളും അതിനൊരു വളർച്ചയുണ്ട്, അത് ജീവൻ പുറപ്പെടുവിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അത് ഓരോ വർഷം കഴിയുമ്പോഴും അത് ഉപയോഗശൂന്യമായി കൊണ്ടേയിരിക്കുകയാണ്. The consul banged the table and said, "If you have got no passport, you are officially dead. But we are still alive. My dear, we are still alive." അപ്പോൾ ഈ പാസ്പോർട്ട് ഒന്ന് റിന്യൂ ചെയ്ത് കിട്ടാൻ, ഈ പാസ്പോർട്ട് യൂസ്ഫുൾ ആക്കി മാറ്റുവാനായിട്ട് ഞാൻ ഇമിഗ്രൻ്റ് ഓഫീസറെ ചെന്ന് കണ്ടു. അപ്പോൾ ഇമിഗ്രൻ്റ് ഓഫീസർ തൻ്റെ മുഷ്ടി ചുരുട്ടി ടേബിൾ ഇടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പാസ്പോർട്ട് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് ഗോട്ട് നോ പാസ്പോർട്ട്, യു ആർ ഒഫീഷ്യലി ഡെഡ്. ഈ പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ ഈ ഭൂമിയിൽ ഈ രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്നിക്കലി ഒഫീഷ്യലി നിങ്ങൾ ആരാണ്, മരിച്ചവരാണ്. ഓക്കെ, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. സോ യു ആർ നോ മോർ ഹിയർ. എന്നിട്ട് ആ പ്രിയോട് പറയാണ്, ബട്ട് വി ആർ സ്റ്റിൽ അലൈവ് ഡിയർ. ഞങ്ങൾ സത്യത്തിൽ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. Next stanza. Went to a committee, they offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? അപ്പോൾ ഇവിടെ സ്പീക്കർ പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാനായിട്ട് ഞങ്ങളൊരു കമ്മിറ്റിയുടെ മുൻപാകെ പോയി, ഞങ്ങളുടെ പരാതികളുമൊക്കെ ആയിട്ട്. അവർ ഞങ്ങളെ വളരെ സഭ്യതയോടെ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടമൊക്കെ ഇരിക്കുവാൻ നൽകി. ഞങ്ങളുടെ പരാതികളും വിഷമതകളും കേട്ടതിന് ശേഷം അവരിങ്ങനെ പറഞ്ഞു, കം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം നിങ്ങൾ വരൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോൾ സ്പീക്കർ വിഷമതയോടെ പറയുകയാണ്, ഇന്ന് ബട്ട് വേർ ഷാൽ വി ഗോ ടുഡേ, ഇന്ന് ഞങ്ങൾ എവിടേക്ക് പോകും എൻ്റെ പ്രിയേ, ഇന്ന് ഞങ്ങൾ എവിടേക്ക് പോകും. നെക്സ്റ്റ് സ്റ്റാൻസ്. Came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. അപ്പോൾ ഈ സ്പീക്കർ ഒരു പബ്ലിക് മീറ്റിങ്ങിലേക്ക്, ഒരു സമ്മേളനത്തിലേക്ക് പോയപ്പോൾ അവിടെ സ്പീക്കറെക്കുറിച്ച്, അതായത് ജൂത വംശത്തെക്കുറിച്ച് പറയുകയാണ്. ഇഫ് വി ലെറ്റ് ദം ഇൻ, നമ്മൾ അവരെ നമ്മുടെ നാട്ടിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ, കടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, ഞങ്ങൾക്കുള്ളത് കൂടെ കട്ടെടുത്ത് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളത് പോലെ കൂടെ അവരെന്ത് ചെയ്യും, കട്ടെടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭൂമിയിലേക്ക് സ്വീകരിക്കുവാനോ അവർക്ക് ഇവിടെ ഷെൽട്ടർ എടുക്കുവാനോ പാടില്ല എന്നുള്ള വാക്കുകൾ ഈ സ്പീക്കർ കേൾക്കുകയാണ്. വിച്ച് മീൻസ് ദാറ്റ് congregation, that convention, that public meeting was against the migrants. ഓക്കെ, ജൂതന്മാർക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന അഭയാർത്ഥികൾക്കെതിരെയുള്ള സംസാരമാണ് ഈ സ്പീക്കർ കേൾക്കുന്നത്. അപ്പോൾ സ്പീക്കർ പറയാമെന്ന്, എൻ്റെ പ്രിയെ, അവിടെ ആ പബ്ലിക് മീറ്റിങ്ങിൽ എന്നെയും കുറിച്ചുമാണ് പറയുന്നത്, നിനക്കെതിരെയും എനിക്കെതിരെയുമാണ് അവിടെ സംസാരിക്കുന്നത്. സോ പബ്ലിക് മീറ്റിങ്ങിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കായിട്ട് തന്നെ ജനങ്ങൾ ജൂതന്മാർക്കെതിരെ അല്ലെങ്കിൽ അഭയാർത്ഥിക്കെതിരെ സംസാരിക്കുന്ന കാര്യമാണ് അവിടെ സ്പീക്കർ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ്.
thought I heard the thunder rumbling in the sky. It was Hitler over Europe saying, they must die. Oh, we were in his mind, my dear. Oh, we were in his mind. ഈ സ്റ്റാൻസിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ആകാശത്ത് ശക്തമായൊരു ഇടിമുഴക്കം അല്ലെങ്കിൽ എന്തോ ഒരു ധ്വനി അദ്ദേഹം കേട്ടു. അതിൻ്റെ പിന്നിൽ ആരായിരുന്നു? അത് ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലറുടെ വാക്കുകളായിരുന്നു ആ ഇടിമുഴക്കം പോലെ മുഴങ്ങിയത്. ദേ മസ്റ്റ് ഡൈ എന്നുള്ളതായിരുന്നു ആ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ ജൂവിഷ് പീപ്പിൾ മസ്റ്റ് ഡൈ. ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്നും നശിച്ചിരിക്കണം, അവരെ കൊന്നിരിക്കണം, മരിച്ചിരിക്കണം. എന്നിട്ട് അത് കേട്ടിട്ടാണ് പറയുന്നത്, ഓ വി വെയർ ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരുണ്ട്? ഇപ്പോഴും ഞങ്ങളുണ്ട്. ഞങ്ങളെപ്പോഴും അദ്ദേഹം ശക്തമായ രീതിയിൽ ശത്രുതയോടെയാണ് നോക്കിക്കാണുന്നത്. എൻ്റെ പ്രിയെ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞങ്ങൾ ഉണ്ട്. Saw a poodle in a jacket fastened with a pin. Saw a door opened and a cat let in. But they weren't German Jews, my dear. But they weren't German Jews. അദ്ദേഹം അടുത്ത് പറയുന്ന വളരെ നമ്മെ ഒരു പക്ഷേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പറയുകയാണ്. അദ്ദേഹം ഒരു പൂഡിലിനെ കണ്ടു. പൂഡിൽ എന്ന് പറഞ്ഞാൽ ഒരു തരം വളർത്തു നായയാണ്. അതിന് തണുപ്പിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ കുളിരിൽ നിന്നുമൊക്കെ മുക്തി നേടാനായിട്ട് ഒരു ജാക്കറ്റൊക്കെ ധരിപ്പിച്ച് തൻ്റെ യജമാനൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാഴ്ച കണ്ടത് ഒരു പൂച്ച. ആ പൂച്ച ഒരു സ്പെഷ്യൽ കേജിൽ നിന്നും അതിൻ്റെ ഒരു ഷെൽട്ടറിൽ നിന്നും അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പോൾ ഒരു പട്ടി അതിന് അല്ലെങ്കിൽ ഒരു വളർത്തുനായ നല്ല ജാക്കറ്റൊക്കെ ധരിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പറയാണ്, ഓ ഈ നായ്ക്കൾക്കും പൂച്ചകൾക്കും നല്ല രീതിയിൽ ഇവിടെ എന്ത് ലഭിക്കുന്നുണ്ട്? ഫുഡ്, അക്കോമഡേഷനൊക്കെ ലഭിക്കുന്നുണ്ട്, നല്ല ഷെൽട്ടർ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക്, ജൂതന്മാരായ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അത്തരത്തിൽ യാതൊരു പരിഗണന ലഭിക്കുന്നില്ല. മൃഗങ്ങൾക്ക് പോലും നല്ല പരിഗണന ലഭിക്കുന്നുണ്ട്. പക്ഷേ ജൂതന്മാരായതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ മൃഗങ്ങൾ ആരല്ല? ജൂതന്മാരല്ല പ്രിയേ. ആ മൃഗങ്ങൾ ആരും ജൂതന്മാരല്ലല്ലോ, പ്രത്യേകിച്ച് ജർമ്മൻ ജൂതന്മാരല്ലല്ലോ. അതുകൊണ്ട് അവറ്റകൾക്ക് നല്ല പരിരക്ഷ അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ്. Went down the harbor and stood up the quay. Saw the fish swimming as if they were free. Only 10 feet away, my dear, only 10 feet away. അടുത്ത് അദ്ദേഹം തൻ്റെ വിഷമം പിന്നെയും പങ്കുവയ്ക്കുകയാണ്. താൻ ഒരിക്കൽ തുറമുഖത്തിലൂടെ നടന്നുപോയി. അതായത് നമുക്കറിയാം ഈ കപ്പലുകളൊക്കെ വന്ന് അടിയുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ ആങ്കർ ചെയ്യുന്ന സ്ഥലം, ആ തുറമുഖ പ്രദേശത്തേക്ക് അദ്ദേഹം പോയി. അവിടെ ഈ ഖീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ പ്ലേസ് വെയർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മളതിനെ എന്താ പറയുക, കപ്പൽ തുറ എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ കപ്പലിൽ നിന്നും സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഖീ. സ്പെല്ലിംഗ് ഈസ് ആക്ച്വലി QUAY. അപ്പോൾ ഈ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തി. അവിടെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച പറയുകയാണ്, ഹി സോ ദ ഫിഷ് സ്വിമ്മിങ്. ഈ മത്സ്യങ്ങൾ നീന്തി തുടിക്കുകയാണ്. അതായത് ഈ കടലിലെ വെള്ളത്തിൽ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുകയാണ്. അദ്ദേഹം അതുകൊണ്ട് പറയുകയാണ്, എന്നാൽ വെറും ഒരു 10 അടി അകലത്തിൽ ഇങ്ങനെ മത്സ്യം എല്ലാ സ്വാതന്ത്ര്യത്തോടെ വളരെ സന്തോഷത്തോടെ, ഒരു പക്ഷേ സന്തോഷത്തിൽ കൂട്ടമായിട്ട് അതിങ്ങനെ നീന്തി തുടിക്കുകയാണ്. അത് കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, ദേ വർ ആക്ച്വലി എൻജോയിങ് ദ ഫ്രീഡം. അവയ്ക്ക് എന്തോരം സ്വാതന്ത്ര്യമാണുള്ളത്. ആ സ്വാതന്ത്ര്യം അവ എൻജോയ് ചെയ്യുകയാണ്. ആ ഒരു സ്വാതന്ത്ര്യ മൂഡിലാണ് അവ നിൽക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഉള്ളത്? ഞങ്ങളുടെ ജീവിതം, നാളെക്കുറിച്ചുള്ള ആശങ്കകളും നാളെക്കുറിച്ചുള്ള വ്യഥകളുമാണ് എൻ്റെ മനസ്സിൽ. യാതൊരു സ്വാതന്ത്ര്യമില്ല. ഈ രാജ്യം വിട്ടു പോകുവാനോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങുവാനോ പാസ്പോർട്ടൊന്ന് റിന്യൂ ചെയ്യാനോ ഉള്ള ഒരു അവകാശമോ സ്വാതന്ത്ര്യമോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ 10 അടി അപ്പുറത്ത് മാത്രമാണ് പ്രിയേ ആ മത്സ്യം അവിടെ അവയുടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നത്. വെറും 10 അടി അകലത്തിലാണ് ഞാൻ നിൽക്കുന്നതിൽ നിന്നും 10 അടി അകലത്തിൽ മാത്രമാണ് ആ മത്സ്യം അവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ് നമുക്ക് നോക്കാം. Walked through a wood, saw the birds in the trees. They had no politicians and sang at their ease. They weren't the human race, my dear. They weren't the human race.
എന്നിട്ട് അദ്ദേഹം ഉള്ളിലൂടെ നടന്നു എന്നാണ് പറയുന്നത്. ഉള്ളിലുള്ള കാഴ്ചകൾ പറയുകയാണ്. അവിടെ ഒത്തിരി പറവകൾ അല്ലെങ്കിൽ പക്ഷികൾ കൂട്ടം കൂട്ടമായി മരച്ചില്ലകളിൽ ഇരുന്ന് ശബ്ദമുണ്ടാക്കുകയാണ്. നല്ല രീതിയിൽ അതെന്ത് ചെയ്യുന്നു, അവയുടെ ശബ്ദത്താൽ അവിടെയെല്ലാം മുഖരിതമായിരിക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ പാട്ട് പാടുകയാണ്. നമുക്കറിയാം അവയുടെ നാദം അവ ഇങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ദേ ഹാഡ് നോ പൊളിറ്റീഷ്യൻസ്. അവയ്ക്ക് വലിയ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇല്ല, പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമില്ല. അതുകൊണ്ട് അവയ്ക്ക് അവയുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവയ്ക്ക് ഏത് രീതിയിലും പറക്കാം, ഏത് രീതിയിലും പാടാൻ സാധിക്കും. ബിക്കോസ് പറയുന്നത് ദേ വെയർ ഇൻ ദ ഹ്യൂമൻ റേസ്. അവ ആരല്ല, മാനവരാശിയിൽ ഉൾപ്പെടുന്നതല്ലല്ലോ. മാനവരാശിയിൽ ഉൾപ്പെടുന്ന അല്ലാത്തത് കൊണ്ട് പ്രിയേ അവയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്കിടയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയില്ല, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അവയ്ക്ക് നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ കംഫർട്ടായിട്ട് റിലാക്സായിട്ട് അവയ്ക്ക് പാടുവാൻ സാധിക്കുന്നുണ്ട്, അവയ്ക്ക് വിഹരിക്കുവാൻ സാധിക്കുന്നുണ്ട്. അവ മാനവരാശിയല്ല എൻ്റെ പ്രിയേ, അവ മാനവരാശിയല്ല. സെക്കൻഡ് ലാസ്റ്റ് ചാൻസ്. Dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ, അദ്ദേഹം സ്വപ്നം കണ്ടു, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആയിരക്കണക്കിന് വാതിലുകളുള്ള, ആയിരക്കണക്കിന് ജനാലകളുള്ള ബിൽഡിങ്സ് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആയിരക്കണക്കിന് ജനാലകളും വാതിലുകളുമുള്ള കെട്ടിടം ഞാൻ കണ്ടു. പക്ഷെ അവയിൽ ഒന്നുപോലും ഞങ്ങളുടേതല്ല, നമ്മുടേതല്ല പ്രിയേ. അവയിൽ ഒരു മുറി പോലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല പ്രിയേ എന്നവിടെ പറയുകയാണ്. സോ തൻ്റെ സ്വപ്നത്തിൽ പോലും തനിക്ക് നിഷേധിച്ചിരിക്കുകയാണ് പ്ലേസ്, ഒരു ഫിക്സഡ് പ്ലേസ്, ജീവിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള സ്ഥലം തൻ്റെ സ്വപ്നത്തിൻ്റെ ഉള്ളിൽ പോലും അങ്ങനെയുള്ളൊരു ചിന്തയായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ പറയാം, നമ്മൾ സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഫലമാക്കുമെന്ന് പറയും. പക്ഷേ ഇവിടെ തൻ്റെ സ്വപ്നം പോലും റെസ്ട്രിക്റ്റഡ് ആയിരിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും ഭീതിയും ആശങ്കയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സി നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ്. Stood on a great plain in the falling snow, 10,000 soldiers marched to and fro, looking for you and me, my dear, looking for you and me. അടുത്ത അദ്ദേഹം പറയുകയാണ്, ഒരു പക്ഷേ ആ സ്വപ്നത്തിൽ തന്നെയായിരിക്കും, സ്വപ്നത്തിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ്. ഞാനിപ്പോൾ ഒരു ഉയർന്ന സർഫസിൽ നിൽക്കുകയാണ്, ഒരു പ്ലെയിൻ സർഫസ് ഞാൻ നിൽക്കുകയാണ്. മഞ്ഞ് വീഴ്ചയൊക്കെ അവിടെയുണ്ട്, മഞ്ഞ് വീഴ്ചയുള്ള ഒരു ഉയർന്ന പ്രതലത്തിൽ ഞാൻ നിൽക്കുകയാണ്. അവിടെ 10,000കണക്കിന്, മേ ബി അത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഹൈപ്പർബോളെ, എക്സാജറേഷൻ ആയിരിക്കും. അപ്പോൾ 10,000കണക്കിന് സോൾജേഴ്സ് അവിടെ മാർച്ച് ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുകയാണ്. അവരെന്തിനാണ് മാർച്ച് ചെയ്യുന്നത്? ദേ ആർ സെർച്ചിങ് ഫോർ യു ആൻഡ് മീ. എന്നെയും നിന്നെയും നോക്കി നടക്കുകയാണ് പ്രിയെ. എന്നെയും നിന്നെയും അവിടെ സെർച്ച് ചെയ്യണം, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിച്ച് മീൻസ് നമുക്കറിയാം, സോൾജേഴ്സ് മാർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കാഹളമാണ്, യുദ്ധഭീതിയാണ്, യുദ്ധധ്വനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ തീർച്ചയായിട്ടും അസമാധാനവും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അത്രത്തോളം ഡിപ്രസീവ് ആയിട്ടുള്ള, സാഡ് ആയിട്ടുള്ള ഒരു പ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലാണ് ഈ റെഫ്യൂജി ബ്ലൂസ് എഴുതപ്പെട്ടിരിക്കുന്നത്, ഈ പോം എഴുതപ്പെട്ടിരിക്കുന്നത്. ജൂതന്മാരുടെ അവസ്ഥ W.H.Auden തൻ്റെ ജീവിതത്തിൽ നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് പോം, നമ്മൾ പറഞ്ഞതുപോലെ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ അതിൻ്റെ റൈം പാറ്റേൺ പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പ്ലീസ് റിമെമ്പർ, ഇറ്റ്സ് ആക്ച്വലി എ സിമ്പിൾ പോം ബട്ട് ഇറ്റ്സ് സോ പവർഫുൾ. ഒത്തിരി നമ്മെ സ്പർശിക്കുന്ന രീതിയിലുള്ള എന്താണ് പറയുക, ടച്ചിങ് ഇവൻസാണ് ഇതിലുള്ളത്. അർത്ഥമെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന സാഡ് പ്ലൈറ്റ് ഓഫ് ജൂസ് under the regime of Nazi army or Hitler's Nazi army during the Second World War. Okay, ഇതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. So dear students, here ends the poem discussion, and I hope now you are in a position to understand this poem, and just rewind the video and you will get more idea. Okay, thank you, have a nice learning time, bye.